കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നതിന് സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ അല്ലെങ്കിൽ വിശകലനം ചെയ്താൽ BJP ഒരു 5 സീറ്റിലെങ്കിലും അധികാരത്തിൽ വരാം എന്നാണ് കഥകൾ കേൾക്കുന്നത്. ഇവർ 0 മുതൽ 5 എന്ന് പറയുന്നെങ്കിലും 5 സീറ്റിൽ അധികാരത്തിൽ വന്നാൽ ജയിച്ചാൽ, അധികാരത്തിൽ വരലല്ല, ജയിച്ചാൽ അത്ഭുതമില്ല. പക്ഷെ 5 സീറ്റിൽ BJP ജയിച്ചാൽ 14 വരെ പറയുന്നവരുണ്ട്, 11 പറയുന്നവരുണ്ട്, 14 പറയുന്നുണ്ട്, 7 പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. 5 സീറ്റിൽ ജയിച്ചാൽ പിന്നെ ഭാവി BJPക്ക് വളരെ വലിയ കോൺഫിഡൻസ് നൽകും, വലിയ മാറ്റമുണ്ടാകും. നായർ കമ്മ്യൂണിറ്റിയിലെ വലിയൊരു വിഭാഗത്തിന് ഒരു 39%, 40% വോട്ടെങ്കിലും BJPക്ക് പോയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിയുടെ 32% വോട്ടാണ് BJPക്ക് പോയിരിക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ 11% വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു 15 or 20% പ്രയാസമില്ല. ഇന്ത്യയിൽ ഗോവ, ഹിമാചൽ പ്രദേശ്, ആസാം, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഒന്നടങ്കം, പിന്നെ ഗോവയും മുസ്ലിം ഡോമിനേഷനുള്ള സ്ഥലങ്ങളാണ്. ക്രിസ്ത്യൻ ഡോമിനേഷനുള്ള സ്ഥലങ്ങളാണ്. മുസ്ലിം അല്ല, ക്രിസ്ത്യൻ ഡോമിനേഷനുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വളരെ കൃത്യമായി BJP സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായി ജയിക്കുന്നു. എന്താണ് 5 സീറ്റ് പിടിച്ചാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? 5 സീറ്റ് പിടിച്ചില്ലെങ്കിൽ കേരളം ഇങ്ങനെ വീണ്ടും മുട്ടിലെഴയും BJP. 5 സീറ്റ് പിടിച്ചാൽ പിന്നെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിതിൻ ബബൻ്റെയും, അതായത് BJP പ്രസിഡൻറ്റിൻ്റെയും കണ്ണ് കേരളത്തിലായിരിക്കും. പിന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മാസ്മരികതയാണ്, വിസ്മയങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം തോറ്റുപോയാൽ സ്വാഭാവികമായും അവരിലുള്ള വലിയൊരു വിഭാഗം ഈഴവരും നായർ കമ്മ്യൂണിറ്റിയും തീർച്ചയായും BJPയോട് ഒരുപാട് അടുക്കുവാൻ സാധ്യതയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രഭവ കാലം കൂടി കഴിഞ്ഞാൽ, കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, സ്വാഭാവികമായും LDFന് അനുകൂലമായി വർത്തമാനം പറയാൻ ഒരാൾ പോലും SNDPയിലില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BDJSൻ്റെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വലിയൊരു അപ്പർഹൻ, ഇപ്പോൾ അപ്പൻ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കയറി പറയാൻ പറ്റാത്തതും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതും. അത് BJPക്ക് ഒരു വലിയ വാതിൽ തുറക്കുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും. NSSൽ നിന്ന് 39% വന്നു, അത് 40-50 ആക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല BJPയെ സംബന്ധിച്ച്. മുന്നോക്ക സമുദായങ്ങൾ, ബ്രാഹ്മണ, നമ്പൂതിരി തുടങ്ങിയ ശൈവമുള്ള ഇങ്ങനെ മുന്നോക്ക സമുദായ ലിസ്റ്റിൽ കിടക്കുന്ന ആളുകളുടെ വോട്ട് ആൾറെഡി പിടിച്ചിട്ടുണ്ട്. ഇനി BJP പണിയേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെയും ദളിതന്മാരുടെയും ആദിവാസികളുടെയും ഇടയിൽ വലിയ ഒരു പ്രവർത്തനം നടത്തണം. അതിനകത്തുള്ളൊരു പരിമിതി ദളിത് മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളുടെ സംഘടനകളും കുറച്ച് തീവ്രവാദമൊക്കെ പറയുന്ന സംഘടനകളും ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെ കൂടി കയ്യിലെടുത്തുകൊണ്ടുള്ള കുറേ കോർഡിനേഷൻ കമ്മിറ്റികളും കുറേ പ്രവർത്തനങ്ങളുമൊക്കെ ഇവിടെ രഹസ്യമായി നടക്കുന്നുണ്ട്, പരസ്യമായി നടക്കുന്നുണ്ട്. പലപ്പോഴും ദളിത്, ആദിവാസി, മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾ BJP ഗവൺമെൻറ്റിൽ വലിയ പ്രശ്നം നേരിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നരേഷൻ കേരളത്തിൽ വലുതാണ്. അതുകൊണ്ട് തന്നെ CK ജാനുവൊക്കെ BJP നിന്നിട്ട് പോലും താഴെയുള്ള ആളുകളെ, അണികളെ കൊണ്ടുവരാൻ വലുതായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ SC/ST വിഭാഗത്തെ കൂടി കയ്യിലെടുക്കുന്ന നല്ല പ്രോജക്റ്റുകളും പ്രവർത്തനങ്ങളുമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ അവരിലൊരു വിശ്വാസ്യത കൂടെ വന്നാൽ കളി മാറും. അത് BJPയുടെ കളമായി മാറിയാൽ ഒരത്ഭുതവുമില്ല. ബംഗാളിൽ മാറാമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം കോട്ടയായിരുന്ന ബംഗാളിൽ മാറാമെങ്കിൽ, ഈ അവിയൽ മുന്നണിയുള്ള ഈ കേരളത്തിൽ, പല മുന്നണികളായി കിടക്കുന്ന കേരളത്തിൽ തീർച്ചയായും മാറ്റം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നാളെ ജോസ് കെ മാണി അടക്കമുള്ള ആളുകൾ എവിടെ നിൽക്കും, ഏത് മുന്നണിയിൽ നിൽക്കുമെന്ന് അറിയാൻ കഴിയില്ല. BJP മുന്നണിയിലേക്ക് ജോസ് കെ മാണിയെപ്പോലുള്ളവർ വന്നാലും അത്ഭുതമില്ല. ഇതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, ഒന്നും രണ്ടല്ല. കേരളത്തിൽ BJP ഞാൻ പറഞ്ഞു
5 സീറ്റ് പിടിച്ചാൽ അവർ കേരളത്തെ വീണ്ടും BJPയുടെ പടനിലമാക്കാനുള്ള എല്ലാ ചാണക്യ തന്ത്രങ്ങളുമായി അമിത്ഷായും മോദിയും ഇവിടെ ഇറങ്ങും. അതേസമയം 0 സീറ്റിലേക്കോ അല്ലെങ്കിൽ 1 സീറ്റിലേക്കോ രാജീവ് ചന്ദ്രശേഖരൻ്റെ 1 സീറ്റിലേക്കോ ആണ് പോകുന്നതെങ്കിൽ വീണ്ടും കുറച്ചുകൂടി മുട്ടിലെഴയും. വീണ്ടും വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചർച്ച വരും. 5 സീറ്റോ അതിന് മുകളിലോ വന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ വലിയ മാറ്റമായിരിക്കും സംഭവിക്കുന്നത്. ഇനി തൂക്കസഭ എങ്ങാനും വന്നു പോയാൽ ഇവിടെ മൊത്തം കളി മാറും. പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ആദ്യ നിർണായകമായ സ്ഥാനത്തേക്ക് BJPക്ക് വരാൻ കഴിയും എന്നുള്ള ഒരു രാഷ്ട്രീയ മണ്ണാണ് ഇവിടെ കിടക്കുന്നത്. എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പോൾ UDF തോറ്റാലും LDF തോറ്റാലും BJPയുടെ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ബിഗ് സീറോയിലേക്ക് പോകണം. 1 സീറ്റും കിട്ടാതെ 0 സീറ്റും കിട്ടി, പിന്നെ സീറ്റൊന്നുമില്ലാതെ 0ത്തിലേക്ക് പോയി, വോട്ടിംഗ് ശതമാനവും 10% അങ്ങനെയായി വളരെ താഴെ പോയാൽ BJPയുടെ കാര്യം പിന്നെ കയറ്റിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതേസമയം ഒരു 10, 15, 18, 19, 20% വരെ വോട്ട് പിടിക്കുകയും ഒരു 4-5 സീറ്റ് പിടിക്കുകയും ചെയ്താൽ കളി മാറും മച്ചമ്പി. കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകും. കേരളത്തിൽ BJP വെന്നിക്കൊടി പാറിക്കും.